വാചാല എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യം, ഒരു വിഷയം മുണ്ടക്കയത്തെ പ്രശ്നമാണ്. പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചായി. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായവും നിങ്ങളുടെ അഭിപ്രായവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷേ എന്ത് തന്നെയാലും ഒരു വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്, പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. മുണ്ടക്കയത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ പിരിവെടുത്തിനോ? ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾ തരേണ്ടത്. പിരിവെടുത്തിനോ? എടുത്തിട്ടുണ്ട്. ആ പിരിവിൻ്റെ സംഖ്യ എത്രയാണ്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. എത്രയാണ്? 350 കോടി എന്നാണ് ഞാൻ കേട്ടത്. 350 അല്ല, ഒരു ഏകദേശ കണക്ക്. 350 500 കോടി വരെ എത്തിയിട്ടുണ്ട്. 640 കോടി ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ആകെ പോട്ടെ, ഒരു 250 കോടി കൂട്ടിക്കും. പൊതുജനങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ലയോ? കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ സർക്കാർ ഈ പൈസ കിട്ടിയപ്പം എന്താണ് ചെയ്ത്? പൊതുജനങ്ങൾക്ക് കൊടുത്തോ? കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു പിരിവെടുത്ത്? എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പിരിവെടുത്തത്? അവിടെയുള്ള ജനങ്ങൾ, അതായത് അവിടെയുള്ള നാട്ടുകാർ സഹായത്തിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസുകൾ കയറി നിരങ്ങുകയാണ്. ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? സർക്കാരിൻ്റെ ടാക്സിൽ നിന്ന് എടുത്ത പണമല്ലത്. പൊതുജനങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്ത ആ പണം ജനങ്ങൾക്ക് കൊടുത്തോ? ഇല്ല, കൊടുത്തിട്ടില്ല. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ പോകുന്നത്? ഇവർ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? കേന്ദ്രം പൈസ തന്നിട്ടില്ല. കേന്ദ്രത്തിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്തിനാണ് പൊതുജനങ്ങളോട് പിരിവെടുത്തത്? പൊന്നു സർക്കാരെ, നിങ്ങൾ എന്തിനാണ് പൊതുജനങ്ങളോട് പിരിവെടുത്തത്? ദുരന്തത്തിൽ പലതും നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനും അവരെ സഹായിക്കാനും വേണ്ടിയല്ലേ നിങ്ങളിത് ചെയ്ത്. എന്നിട്ട് എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ഈ പൈസ ജനങ്ങൾക്ക് കൊടുക്കാതെ ഇത് ബാങ്കൊക്കെ തന്നെ കിടക്കുകയാണ്. പിന്നെ എന്തിനാണ് പിരിവെന്ന് പറഞ്ഞ് നിങ്ങൾ വന്നത്? പ്രതികരിക്കാൻ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടായിട്ടല്ല. ഒരു സ്വകാര്യ വ്യക്തികൾ, പണക്കാർ പറഞ്ഞു, ഞങ്ങൾ വീട് വെച്ച് തരാം, സ്ഥലം തന്നാൽ മതി. ആ ബോസോ എന്ന് പറയുന്ന വ്യക്തി കോടീശ്വരനാണ്. അദ്ദേഹം പിച്ചക്കാരൻ്റെ സ്വഭാവമാണ് അദ്ദേഹത്തിനടുത്തുള്ളത്. കോഴിക്കോട് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഉണ്ട്. അദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല ദേശസ്നേഹിയാണ്. അദ്ദേഹം പറഞ്ഞു, സ്ഥലം തന്നേക്ക്, ഞാൻ 100-200 വീട് വെച്ച് തരാം. സർക്കാർ അതിന് നിന്നില്ല, ക്യാഷ് വേണമെന്ന് പറഞ്ഞു. ക്യാഷ്. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്, ബോസ്റ്റോന്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് കോഴിക്കോട് വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, ഈ പെരാന്തനെ പോലെയൊക്കെ നടക്കുന്നോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. എങ്കിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ല ദേശസ്നേഹിയാണ്, എല്ലാമാണ്. അദ്ദേഹം മാത്രമല്ല, വേറെ ഒരുപാട് കോടീശ്വരന്മാർ പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാം, സർക്കാർ ഒന്ന് മാറി നിന്നാൽ. ഈ സർക്കാർ ചെയ്തോ? ഇല്ല. 640 കോടിയോ 350 കോടി ഇപ്പോഴും ബാങ്ക് കിടക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് എത്തിയിട്ടില്ല. ഇനി നിങ്ങൾ പറ, ജനങ്ങൾ പ്രതികരിക്കണോ പ്രതികരിക്കാതിരിക്കണോ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഈ ചെയ്യുന്ന മോശമല്ല. ഹൈക്കോടതി വരെ ഇടപെട്ട്, എന്നിട്ടും ഒരു കുലുക്കുമില്ല.
കഷ്ടം കഷ്ടം കാഷ്ടം എന്ന് പറയേണ്ട ഗതികേടായി. എന്നോട് ഒരു വെറുപ്പും തോന്നണ്ട. ഞാൻ സത്യമായ കാര്യമാണ് തുറന്നു പറഞ്ഞത്. ചെയ്യുന്നത് മഹാചറ്റത്രാണ്. ഇത് ചെയ്യരുത്. ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ. ചെയ്യുന്നവരാരായാലും ഇതിനെ അനുഭവിക്കേണ്ടി വരും.